9ാം ക്ലാസ്സിലെ വർക്ക് ആൻഡ് എനർജി ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റൻ ആണ്. എ ബോൾ ഓഫ് മാസ് 20 കിലോഗ്രാം ഫോളിംഗ് ഫ്രം റെസ്റ്റ് ആൻഡ് ഇറ്റ് ഹാവ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി അറ്റ് 10 സെക്കൻഡ്. അതായത് ഒരു ബോളിന്റെ മാസ് 20 കിലോഗ്രാം ആണ്. അത് റെസ്റ്റിൽ നിന്നും താഴേക്ക് വീഴുവാണ് ചെയ്യുന്നത്. അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജി ആകെ എനർജി 10 സെക്കൻഡിലുണ്ടാകുന്ന ആകെ എനർജി ഉണ്ട് അതിന്റെ പകുതിയുമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇഫ് ടോട്ടൽ എനർജി ഈസ് 10,000 ജൂൾ then find out the velocity body at 10 സെക്കൻഡ്. ടോട്ടൽ എനർജി 10,000 ജൂൾ ആണെങ്കിൽ വെലോസിറ്റി 10 സെക്കൻഡിലാണ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ഹിറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഞാനിപ്പോ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 20 kg എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ടോട്ടൽ എനർജിയുടെ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എങ്ങനെയാണ്? ടോട്ടൽ എനർജിയുടെ ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ എനർജി 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000 ജൂള്. അപ്പം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എത്രയാണ്? 5,000 ജൂൾ എന്ന് നമുക്ക് പറയാം 10 സെക്കൻഡിൽ. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് അല്ലേ? അവിടെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mv² എന്ന് എഴുതാം. ഓർ v² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ m എന്ന് എഴുതാം. 2 ഇൻറ്റു കൈനറ്റിക് എനർജി നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 5,000 എന്നറിയാം. 5,000 ഡിവൈഡ് ബൈ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണ്. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യാം. ഇതാ ഇവിടെ ഇതും പോവും, ഈ 2 ഇൻറ്റും പോവും. പിന്നെ എത്രയാണ്? 500 ഇവിടെ വരും. അതായത് v² എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 500 എന്ന് വരും. v എന്ന് പറഞ്ഞിരിക്കുന്നത് √500 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10√5 എന്ന് എഴുതാം. 10√5 അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആണ് കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ഹിറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എത്രയായിട്ട് പറയാം? 0 ആയിട്ട് പറയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ചേർന്നാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് വരും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയോട് ഈക്വൽ ആവും ഇല്ലേ? അപ്പൊ എന്താണ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി തന്നെയാണ്. ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ 10,000 ആണ്. 10,000 ജൂൾ ആണ്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 10,000 ജൂൾ. അപ്പം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 10,000 ജൂൾ ആണ്.